ഹലോ ഉണ്ണിമോംസ് മോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പിയാണ്. നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലേ ചിക്കൻ ഷവർമ. പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതിൽ ഒത്തിരി അപകടങ്ങളുണ്ട്, അതുപോലെ ഒത്തിരി ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. അതിന് ശേഷം നമ്മളിത് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെയൊക്കെ ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തിയും കൂട്ടി കുറച്ചും കൂടി കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. കുബ്ബൂസ് തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് സോസാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടോ ഉള്ളതായ മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. എഗ്ഗും സൺഫ്ലവർ ഓയിലും ഗാർലിക്കും കൂടി ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗാർലിക്ക് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഒരു ഗാർലിക്കിൻ്റെ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സോസ് ഇവിടെ റെഡിയായി. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാലയുടെ പൊടി, കുരുമുളകിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് ചിക്കൻ ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മൊരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന കുബ്ബൂസിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള സോസ് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിലേക്ക് ക്യാബേജും ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ക്യാബേജും ക്യാരറ്റും നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസ് മിക്സ് ചെയ്ത് സോസ് തേച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം അധികം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഷവർമ കിട്ടും. ഇനി നമുക്കതിലേക്ക് ക്യാബേജ് വെച്ച് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് വെച്ച് ചിക്കൻ നമ്മൾ ചെറിയ പീസുകളായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ അതൊന്ന് ചെറുതാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ ജ്യൂസി ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഷവർമ വീട്ടിൽ തന്നെ തയ്യാറാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമായിട്ട് മറക്കരുത്. അപ്പോൾ ടേസ്റ്റുള്ളൊരു വിഭവമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഞാനിവിടെ 2 റോളാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. അത്രയും ജ്യൂസി ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് ഓക്കെ ബൈ.